രണ്ട് രാജാക്കന്മാർ അധ്യായം 23. അനന്തരം രാജാവ് ആളയച്ചു. അവർ യഹൂദായിലും യെരൂശലേമിലുമുള്ള എല്ലാ മൂപ്പന്മാരെയും അവന്റെ അടുക്കൽ കൂട്ടിവരുത്തി. രാജാവും സകല യഹൂദ പുരുഷന്മാരും യെരൂശലേമിലെ സകല നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും ആബാലവൃദ്ധം ജനമൊക്കെയും യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു. യഹോവയുടെ ആലയത്തിൽ വച്ച് കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെയെല്ലാം അവർ കേൾക്കെ അവൻ വായിച്ചു. രാജാവ് തൂണിനരികെ നിന്നും കൊണ്ട് താൻ യഹോവയെ അനുസരിച്ച് നടക്കയും അവന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിന്റെ വാക്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്യാമെന്ന് യഹോവയുടെ മുമ്പാകെ ഒരു നിയമം ചെയ്തു. ജനമൊക്കെയും ഈ നിയമത്തിൽ യോജിച്ചു. രാജാവ് മഹാപുരോഹിതനായ ഹില്ക്കിയാവോടും രണ്ടാം തരത്തിലുള്ള പുരോഹിതന്മാരോടും വാതിൽ കാക്കുന്നവരോടും ബാലിനും അശേരായ്ക്കും ആകാശത്തിലെ സർവ്വ സൈന്യത്തിനും വേണ്ടി ഉണ്ടാക്കിയ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ മന്ദിരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. യെരൂശലേമിന് പുറത്ത് കിദ്രോൻ പ്രദേശത്ത് വെച്ച് അവയെ ചുട്ട് ചാരം ബേഥേലിലേക്ക് കൊണ്ടുപോയി. യഹൂദ പട്ടണങ്ങളിലും യെരൂശലേമിന്റെ ചുറ്റിലുമുള്ള പൂജാഗിരികളിൽ ധൂപം കാട്ടുവാൻ യഹൂദ രാജാക്കന്മാർ നിയമിച്ചിരുന്ന പൂജാരികളെയും ബാലിനും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങൾക്കും ആകാശത്തിലെ സർവ്വ സൈന്യത്തിനും ധൂപം കാട്ടിയവരെയും അവൻ നീക്കിക്കളഞ്ഞു. അശേരാ പ്രതിഷ്ഠയെയും അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് യെരൂശലേമിന് പുറത്ത് കിദ്രോൻ തോട്ടിങ്കലേക്ക് കൊണ്ടുചെന്ന് കിദ്രോൻ താഴ്വീതിയിൽ വച്ച് ചുട്ട് പൊടിയാക്കി പൊടി സാമാന്യ ജനത്തിന്റെ ശവക്കുഴികളിന്മേൽ ഇട്ടുകളഞ്ഞു. സ്ത്രീകൾ അശേരായ്ക്ക് കൂടാരശീലകൾ നെയ്ത ഇടങ്ങളായി യഹോവയുടെ ആലയത്തിങ്കലുള്ള പുരുഷ മൈഥുനക്കാരുടെ വീടുകളെയും അവൻ ഇടിച്ചു കളഞ്ഞു. അവൻ യഹൂദ പട്ടണങ്ങളിൽ നിന്ന് സകല പുരോഹിതന്മാരെയും വരുത്തി. ഹേബ മുതൽ ബേർഷേബ വരെ പുരോഹിതന്മാർ ധൂപം കാട്ടിയിരുന്ന പൂജാഗിരികളെ അശുദ്ധമാക്കി. പട്ടണവാതിൽ പ്രവേശനത്തിങ്കൽ ഇടതുഭാഗത്ത് നഗരാധിപതിയായ യോശുവയുടെ വാതിൽക്കലുള്ള പടിവാതിലുകളുടെ പൂജാഗിരികളെയും അവൻ ഇടിച്ചു കളഞ്ഞു. എന്നാൽ പൂജാഗിരി പുരോഹിതന്മാർ യെരൂശലേമിലുള്ള യഹോവയുടെ യാഗപീഠത്തിങ്കൽ കയറിയില്ല. അവർ തങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ പുളിപ്പില്ലാത്ത അപ്പം തിന്നതേയുള്ളൂ. ആരും തൻ്റെ മകനെയോ മകളെയോ മോലേക്കിന് അഗ്നിപ്രവേശം ചെയ്യാതിരിക്കേണ്ടതിന് ബെൻ ഹിന്നോം താഴ്വരയിലെ ദഹനസ്ഥലവും അവൻ അശുദ്ധമാക്കി. യഹോവയുടെ ആലയത്തിലേക്കുള്ള പ്രവേശനത്തിങ്കൽ വളപ്പിനകത്തുള്ള നാഥാൻ മേലക് എന്ന ഷണ്ടന്റെ അറയ്ക്കരികെ യഹൂദ രാജാക്കന്മാർ സൂര്യന് പ്രതിഷ്ഠിച്ചിരുന്ന അശ്വബിംബങ്ങളെ അവൻ നീക്കി സൂര്യരഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. യഹൂദ രാജാക്കന്മാർ ആഹാസിന്റെ മാളികയുടെ മേൽപ്പുരയിൽ ഉണ്ടാക്കിയിരുന്ന ബലിപീഠങ്ങളെയും മനശ്ശെ യഹോവയുടെ ആലയത്തിന്റെ 2 പ്രാകാരങ്ങളിലും ഉണ്ടാക്കിയിരുന്ന ബലിപീഠങ്ങളെയും രാജാവ് തകർത്ത് അവിടെ നിന്ന് നീക്കി അവയുടെ പൊടി കിദ്രോൻ തോട്ടിൽ ഇട്ടുകളഞ്ഞു. യെരൂശലേമിനെതിരെ നാശപർവ്വതത്തിന്റെ വലതുഭാഗത്ത് ഇസ്രായേൽ രാജാവായ ശലോമോൻ സീദോന്യരുടെ മ്ലേച്ഛബിംബമായ അസ്തോരത്തിനും മോവാബ്യരുടെ മ്ലേച്ഛബിംബമായ കെമോഷിനും അമോന്യരുടെ മ്ലേച്ഛബിംബമായ മിൽക്കോമിനും പണിതിരുന്ന പൂജാഗിരികളെയും രാജാവ് അശുദ്ധമാക്കി. അവൻ വിഗ്രഹസ്തംഭങ്ങളെ തകർത്ത് അശേരാ പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. അവ നിന്നിരുന്ന സ്ഥലങ്ങളെ മനുഷ്യാസ്ഥികൾ കൊണ്ട് നിറച്ചു. അത്രയുമല്ല, ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാം ബേഥേലിൽ ഉണ്ടാക്കിയിരുന്ന യാഗപീഠവും പൂജാഗിരിയും അവൻ ഇടിച്ചു കളഞ്ഞു. പൂജാഗിരി അവൻ ചുട്ടുപൊടിയാക്കി അശേരാ പ്രതിഷ്ഠയും ചുട്ടുകളഞ്ഞു. എന്നാൽ യോശിയാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ മലയിലുണ്ടായിരുന്ന കല്ലറകൾ കണ്ടിട്ട് ആളയച്ചു കല്ലറകളിൽ നിന്ന് അസ്ഥികളെ എടുപ്പിച്ചു. ഈ കാര്യം മുന്നറിയിച്ചിരുന്ന ദൈവപുരുഷൻ പ്രസ്താവിച്ച യഹോവയുടെ വചനപ്രകാരം ആ യാഗപീഠത്തിന്മേൽ ഇട്ട് ചുട്ട് അത് അശുദ്ധമാക്കി കളഞ്ഞു. ഞാൻ കാണുന്ന ആ ജ്ഞാപകസ്തംഭം എന്ത് എന്ന് അവൻ ചോദിച്ചു. അതിന് ആ പട്ടണക്കാർ അവനോട്, അത് യഹൂദായിൽ നിന്ന് വരികയും നീ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ബേഥേലിലെ യാഗപീഠത്തെക്കുറിച്ച് മുന്നറിയിക്കുകയും ചെയ്ത ദൈവപുരുഷന്റെ കല്ലറയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, അതിരിക്കട്ടെ,
അവന്റെ അസ്ഥികളെ ആരും അനക്കരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ അവന്റെ അസ്ഥികളെയും ശമര്യയിൽ നിന്ന് വന്ന പ്രവാചകന്റെ അസ്ഥികളെയും വിട്ടേച്ചുപോയി. യഹോവയെ കോപിപ്പിക്കേണ്ടതിന് ഇസ്രായേൽ രാജാക്കന്മാർ ശമര്യ പട്ടണങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന സകല പൂജാഗിരി ക്ഷേത്രങ്ങളെയും യോശിയാവ് നീക്കിക്കളഞ്ഞു. ബേഥേലിൽ അവൻ ചെയ്തതുപോലെയൊക്കെയും അവയോടും ചെയ്തു. അവൻ അവിടെയുള്ള പൂജാഗിരി പുരോഹിതന്മാരെയൊക്കെയും ബലിപീഠങ്ങളിന്മേൽ വെട്ടിക്കൊല്ലിക്കുകയും അവയുടെ മേൽ മനുഷ്യാസ്ഥികൾ ചുടുകയും ചെയ്തിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അനന്തരം രാജാവ് സകല ജനത്തോടും, ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിപ്പിൻ എന്ന് കൽപ്പിച്ചു. ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തിരുന്ന ന്യായാധിപന്മാരുടെ കാലം മുതൽക്കും ഇസ്രായേൽ രാജാക്കന്മാരുടെയും യഹൂദ രാജാക്കന്മാരുടെയും കാലത്തും ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല. യോശിയ രാജാവിന്റെ 18-ാം ആണ്ടിൽ യെരൂശലേമിൽ യഹോവയ്ക്ക് ഈ പെസഹ ആചരിച്ചു. ഹിൽക്കിയ പുരോഹിതൻ യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയ പുസ്തകത്തിൽ എഴുതിയിരുന്ന ന്യായപ്രമാണത്തിന്റെ വാക്യങ്ങളെ നിവർത്തിപ്പാൻ തക്കവണ്ണം യോശിയാവ് വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും ഗൃഹബിംബങ്ങളെയും മറ്റു വിഗ്രഹങ്ങളെയും യഹൂദാദേശത്തും യെരൂശലേമിലും കണ്ട സകല മ്ലേച്ഛതകളെയും അശേഷം നശിപ്പിച്ചു കളഞ്ഞു. അവനെപ്പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഒക്കെയും യഹോവെങ്കിലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് മുമ്പുണ്ടായിട്ടില്ല, പിമ്പ് ഒരുത്തൻ എഴുന്നേറ്റിട്ടുമില്ല. എങ്കിലും മനശ്ശെ യഹോവയെ കോപിപ്പിച്ച സകല കോപഹേതുക്കളും നിമിത്തം യഹൂദായുടെ നേരെ ജ്വലിച്ച തന്റെ മഹാകോപത്തിന്റെ ഉഗ്രതയെ യഹോവ വിട്ടുമാറാതെ, ഞാൻ ഇസ്രായേലിനെ നീക്കിക്കളഞ്ഞതുപോലെ യഹൂദായെയും എന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയും. ഞാൻ തിരഞ്ഞെടുത്ത ഈ യെരൂശലേം നഗരത്തെയും എന്റെ നാമം അവിടെ ഇരിക്കും എന്ന് ഞാൻ അരുളി ചെയ്ത ആലയത്തെയും ത്യജിച്ചു കളയുകയും ചെയ്യും എന്ന് യഹോവ കൽപ്പിച്ചു. യോശിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അവന്റെ കാലത്ത് മിസ്രയീം രാജാവായ ഫറവോൻ നെഖോ അശ്ശൂർ രാജാവിന്റെ നേരെ ഫ്രാത്ത് നദിക്ക് പുറപ്പെട്ടു. യോശിയ രാജാവ് അവന്റെ നേരെ ചെന്ന് അവനെ കണ്ടിട്ട് മെഗിദ്ദോവിൽ വച്ച് കൊന്നുകളഞ്ഞു. അവന്റെ ഭൃത്യന്മാർ മരിച്ചുപോയവനെ രഥത്തിൽ കയറ്റി മെഗിദ്ദോവിൽ നിന്ന് യെരൂശലേമിലേക്ക് കൊണ്ടുവന്ന് അവന്റെ സ്വന്തം കല്ലറയിൽ അടക്കം ചെയ്തു. പിന്നെ ദേശത്തെ ജനം യോശിയാവിന്റെ മകനായ യഹോവാഹാസിനെ കൂട്ടിക്കൊണ്ടുവന്ന് അഭിഷേകം കഴിപ്പിച്ച് അവന്റെ അപ്പന് പകരം രാജാവാക്കി. യഹോവാഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 23 വയസ്സായിരുന്നു. അവൻ 3 മാസം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് ഹമൂദാൽ എന്നു പേർ. അവൾ ലിബ്നാകാരനായ ഇരമ്യാവിന്റെ മകളായിരുന്നു. അവൻ തന്റെ പിതാക്കന്മാർ ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവൻ യെരൂശലേമിൽ വാഴാതിരിക്കേണ്ടതിന് ഫറവോൻ നെഖോ ഹമാത്ത് ദേശത്തിലെ റിബ്ലയിൽ വച്ച് അവനെ ബന്ധിച്ച് ദേശത്തിന് 100 താലന്ത് വെള്ളിയും 1 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. ഫറവോൻ നെഖോ യോശിയാവിന്റെ മകനായ എല്യാക്കീമിനെ അവന്റെ അപ്പനായ യോശിയാവിന് പകരം രാജാവാക്കി. അവന്റെ പേർ യഹോയാക്കീം എന്നു മാറ്റി. യഹോവാഹാസിനെ അവൻ കൊണ്ടുപോയി. അവൻ മിസ്രയീമിൽ ചെന്ന് അവിടെ വച്ച് മരിച്ചുപോയി. ആ വെള്ളിയും പൊന്നും യഹോയാക്കീം ഫറവോന് കൊടുത്തു. എന്നാൽ ഫറവോന്റെ കൽപ്പന പ്രകാരം വെള്ളി കൊടുക്കേണ്ടതിന് അവൻ ദേശത്ത് വരിയിട്ടു. അവൻ ദേശത്തെ ജനത്തിൽ ഓരോരുത്തന്റെയും പേരിൽ വരിയിട്ടതുപോലെ വെള്ളിയും പൊന്നും അവരവരോട് പിരിച്ചെടുത്ത് ഫറവോൻ നെഖോവിന് കൊടുത്തു. യഹോയാക്കീം വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. അവൻ 11 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് സബീത എന്നു പേർ. അവൾ രൂമക്കാരനായ പെദായാവിന്റെ മകളായിരുന്നു. അവൻ തന്റെ പിതാക്കന്മാർ ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു.